BJP IT സെൽ അവർ വിചാരിച്ചാൽ പ്ലാറ്റ്ഫോമുകളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും. ഞങ്ങൾ ആഗ്രഹിക്കുന്നതാണ് നിങ്ങൾ കാണേണ്ടത്. ഞങ്ങൾ ആഗ്രഹിക്കാത്ത പുരോഗമന കണ്ടന്റുകൾ, ഭരണഘടനാ മൂല്യമുള്ള കണ്ടന്റുകൾ, സൗഹാർദ്ദത്തിൻ്റെ, ഹാർമണിയുടെ, ബഹുസ്വരതയുടെ കണ്ടന്റുകൾ കാണാൻ പാടില്ല. മറിച്ച് ആ പ്ലാറ്റ്ഫോം ഞങ്ങളുടെ ഒരു സാഫ്രൺ പ്ലാറ്റ്ഫോമായി നിൽക്കണം. അതിനും ശ്രദ്ധ വേണം. ഇത് ഉണ്ടാക്കിയാൽ മാത്രം പോരാ, അത് നമ്മുടെ പ്ലാറ്റ്ഫോമാക്കി അതിനെ മാറ്റിയെടുക്കണം. മനസ്സിലായോ? മറ്റുള്ളവർക്ക് പറ്റിയ കണ്ടന്റ് ഉണ്ടാക്കൽ മാത്രമല്ല, മറ്റുള്ളവർക്കുള്ള പറ്റുള്ള കണ്ടന്റ് ഉണ്ടാക്കൽ ഇവരെ കൊണ്ട് ഈസിയല്ല. അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ട് പുതിയ തലമുറയ്ക്ക് വേണ്ടത് എന്താണെന്ന് മനസ്സിലാക്കാനോ അത് പ്രൊവൈഡ് ചെയ്യാനോ BJPക്ക് പറ്റുകയില്ല. പറ്റാത്തതിൻ്റെ കാര്യം BJP നിൽക്കുന്ന ഐഡിയോളജി തന്നെ വേറെയാണ്. അത് പുതിയ തലമുറയുടെ ആശയാഭിലാഷങ്ങളെ കേൾക്കാൻ അതിന് കഴിയുകയില്ല. കേട്ടാൽ തന്നെ അതിന് പ്രതിവചിക്കാൻ പറ്റില്ല. കാരണം എന്താണ്? അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ സർക്കാർ തന്നെ നന്നായി എല്ലാവർക്കും ഇടമുള്ള, എല്ലാ കുട്ടികൾക്കും നല്ല വിദ്യാഭ്യാസം കൊടുക്കുന്ന, എല്ലാവരും ഒരുമിച്ച് ജീവിക്കുന്ന, ഹിന്ദുവും മുസ്ലിമും പേരിൽ ഡിവൈഡ് ചെയ്യാത്ത ഒരു സുന്ദര സുരഭില ലോകം, അതാണ് അവർ ഡിമാൻഡ് ചെയ്യുന്നത്. അത് എടുക്കാൻ മോദിക്ക് പറ്റുമോ? സർസംഘചാലന് പറ്റുമോ? പറ്റുകയില്ല. അപ്പോൾ പിന്നെ അവർക്ക് ആവശ്യമുള്ളത് കൊടുക്കാൻ പറ്റുകയില്ല. പിന്നെ ചെയ്യേണ്ടത് എന്താണ്? അധികാരം ഉപയോഗിച്ചുകൊണ്ട് പ്ലാറ്റ്ഫോമിനെ മാനിപ്പുലേറ്റ് ചെയ്യുക. അതിൽ ശ്രദ്ധിച്ചില്ല അമിത് മാളവ്യ. നിങ്ങൾ കുറേ ഹേറ്റ് ഇങ്ങനെ വിളമ്പി, അത് ട്വിറ്ററിൽ കുറേ ഓടി, വാട്സാപ്പിലും കുറേ ഓടി, അപ്പുറത്ത് ഓടിയില്ല. അത് താൻ ശ്രദ്ധിക്കാതെ എന്താണ്? നമ്മുടെ കണ്ടന്റ് ഓടുന്നില്ലെങ്കിൽ ആരുടെയാണോ ഓടുന്നത് അവനെ ബ്ലോക്ക് ചെയ്യണ്ടേ? ഓടുന്ന മില്യൺ കണക്കിന് ഫോളോവേഴ്സുള്ള ആൾക്കാരുള്ളവന്മാരെ വെട്ടി 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 അരിയുന്ന പണി എന്തേ അമിത് മാളവ്യ നിങ്ങൾ എടുത്തില്ല എന്ന ചോദ്യമാണ് ചോദിക്കുന്നത്. ഇപ്പം എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഒരു ദിവസം എത്രയാണ് വെട്ടുന്നത്? അത് കണ്ടില്ലേ? ഒരു ദിവസം, ഒരു സെക്കൻഡിൽ 68 സെക്കൻഡിൽ ഒരു ഐറ്റം വെച്ചാണ് കഴിഞ്ഞ 2 മാസം കഴിഞ്ഞ് വെട്ടിയത്. ഒരു ദിവസം 2000-ലധികം സംഗതികൾ വെട്ടിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. അവസാനം ഇത് ഇന്ത്യയിലെ ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശം സഹിക്കാൻ വയ്യാതെ ഒരു പരിപാടി ഉണ്ടാക്കിയിരിക്കുകയാണ്. അതായത് ഇവരുടെ ഈ സഹയോഗ ആപ്പുമായിട്ട് ഓട്ടോമേറ്റഡ് സംവിധാനം ഉണ്ടാക്കിയിരിക്കുന്നു. വരുന്നു, അതുവഴി കയറി ഇറങ്ങുന്നു, സംഗതി പോകുന്നു. ഈ വരുന്ന പരാതി ഏത് ലീഗൽ അതോറിറ്റിയുടെ ഭാഗത്താണ് വരുന്നത് പോലും മെറ്റയ്ക്ക് പരിശോധിക്കാൻ പറ്റുന്നില്ല. വരുന്ന പരാതി സീരിയസ് ആണോ, ഇന്ത്യയിലെ നിയമവുമായിട്ടും നമ്മുടെ നിയമവുമായിട്ടും ചേരാത്തത് കൊണ്ട് അത്രയും പ്രശ്നഭരിതമായിട്ടുള്ള റിക്വയർമെൻറ്റോ റിക്വസ്റ്റ് ആണോ എന്നൊന്നും പരിശോധനയില്ല. വരുന്നു, കയറുന്നു, ടേക്ക് ഡൗൺ ആവുന്നു. സീരിയസ്ലി മെറ്റയ്ക്ക് ഒരു പരിശോധനാ സംവിധാനം, ഒരു ഇവാലുവേഷൻ, ഒരു പരിപാടി തരത്തില്ല. കാരണം അത് പറ്റില്ല. അത്രയും ഫ്രീക്വൻ്റായി ഇത് അടുപ്പിച്ചത് വന്നുകൊണ്ടിരിക്കുകയാണ്. സോ ആ പണി ഇൻസ്റ്റഗ്രാമിൽ ചെയ്തില്ല എന്നുള്ളതാണ് അമിത് മാളവ്യ ചെയ്ത കുറ്റം. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം മാറി. പുതിയ ആൾ വരുമ്പോൾ ഞാൻ വിചാരിക്കുന്നത് കണ്ടൻറ്റിലായിരിക്കും, മാത്രമായിരിക്കില്ല. കണ്ടൻറ്റ് ഓഫ് കോഴ്സ് അവരുണ്ടാക്കാൻ ശ്രമിക്കും. മോദിയെ കൊണ്ടുവന്ന് അവർ ചിലപ്പോൾ കുട്ടികളെ അഭിസംബോധിപ്പിക്കുന്ന വാക്കുകളും വാചകങ്ങളും പറയാൻ ശ്രമിക്കും. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ BJPയുടെ പ്രധാന പേജിൽ വരുന്നത് മൊത്തം ജൻസി ഭാഷയിലുള്ള സംഗതികളാണ്. എന്നിട്ട് മോദി നിങ്ങളുടെ ഫ്രണ്ടായ മോദി എന്തൊക്കെ ഇന്ത്യക്ക് ചെയ്തു എന്ന് കാണ്. പിന്നെ ഈ പറയുന്ന ജൻസി ടേംസ് ഒക്കെ ഇല്ലേ, അതൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള സംഗതികളാണ് മൊത്തം പുഷ് ചെയ്യുന്നത്. പക്ഷേ കാര്യമില്ല, കാരണം അവർ വേറെ സ്ഥലത്താണ്. സോ ഇനി അവർ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ അൽഗോരിതം മാനിപ്പുലേറ്റ് ചെയ്യുക. ഇപ്പോൾ ഇയാളൊരു ഡേറ്റാ വിദഗ്ധൻ കൂടിയാണ്. വരാൻ പോകുന്ന കക്ഷിയുടെ പ്രധാനപ്പെട്ട പണി ഇപ്പം നമ്മൾ കണ്ടുപിടിക്കുന്നതിൻ്റെ മാക്സിമം വേർഷൻ കാണാൻ പോവാണ്. ഇൻസ്റ്റഗ്രാമിൽ നാം ഇനി എന്ത് കാണണമെന്ന് BJPയുടെ ഭരണകൂടം തീരുമാനിക്കും. മറ്റേ ഇൻസ്റ്റഗ്രാം ഒരു സമാധാനമുള്ള സ്ഥലമായിരുന്നു, പോസിറ്റീവ് കണ്ടുള്ള സ്ഥലമായിരുന്നു, എല്ലാവർക്കും അഭിപ്രായം പറയാൻ കഴിയുന്ന, പൊളിറ്റിക്സ് ഒക്കെ പറയാൻ വേണ്ടി സ്ഥലമായിരുന്നു. അത് മാറാൻ പോവാണ്. ഇനി അവിടെ മറ്റേത് മാത്രമേ ഉണ്ടാവൂ. അതായത് നമ്മൾ എക്സിലൊക്കെ പോയാൽ കാണുന്ന, ഒരു ഏരിയയിൽ കാണുന്ന വംശീയത ഉണ്ടല്ലോ, വാട്സാപ്പിൽ നമ്മൾ പോയാൽ കാണുന്ന നുണകളുണ്ടല്ലോ, ഫേസ്ബുക്കിൽ നമ്മൾ പോയാൽ കണ്ടുള്ള കുശുമ്പും കുന്നായ്മയും അധിക്ഷേപവും സ്ത്രീവിരുദ്ധതയും ജാതീയതയും ഉണ്ടല്ലോ, ഇതിൻ്റെ ഒരു സ്ഥലമായിട്ട് ഇൻസ്റ്റഗ്രാം മാറാൻ പോവുകയാണ്. ഇത്രയും കാലം ശ്രദ്ധിച്ചില്ല. അവിടെ നമ്മൾ നോക്കണ്ട, അവിടെ പിള്ളേർ തമാശ കളിച്ച്, നേരത്തെ അജിംസ് പറഞ്ഞ പോലെ പിള്ളേരങ്ങനെ തമാശ കളിച്ച് ജീവിതം ആഘോഷിച്ച് പൊക്കോളും എന്നാണ് അവർ. വി ആർ നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ പൊളിറ്റിക്സ് എന്ന് പറയുന്ന തലമുറയാണ് എന്നാണ് വിചാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നത് കണ്ടന്റ് അല്ല മാറാൻ പോകുന്നത്, പ്ലാറ്റ്ഫോം മാറാൻ പോവുകയാണ്. മെറ്റ അതിന് സമ്പൂർണ്ണമായും വഴങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. 68 സെക്കൻഡിൽ ഒരു റിക്വസ്റ്റ് എന്നുള്ളത് ഇനി കൂടും. 30 സെക്കൻഡിൽ ഒരു റിക്വസ്റ്റ് നിലയ്ക്ക് വരാൻ പോവാണ്. ഡെയിലി എത്ര കണ്ടന്റ് എടുത്ത് കടന്നുകൊണ്ടിരിക്കുന്നു. എല്ലാവരുടെയും കളയും, അതിനൊരു നോട്ടം ഉണ്ടാവില്ല. അടുത്ത് സംഭവിക്കാൻ പോകുന്നത് അതാണെന്നാണ് എൻ്റെ പ്രഡിക്ഷൻ.